ഹലോ അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് വീഡിയോ എന്ന് പറയാം. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ചില ഭരണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഭരണി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ പെയിൻറ്റിങ് ആണ്. അത് നമുക്ക് പ്ലാന്ററായിട്ട് ഉപയോഗിക്കാം, അതായത് ചെടികൾ വെക്കാൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഒരു ഷോ പീസായിട്ട് വെക്കാം. ഇതെൻ്റെ ചെറിയൊരു ഐഡിയ ഒക്കെ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ ദേ ഈ ഒരു ഭരണി വെറുതെ വേണ്ടാണ്ട് അവിടെ ഒരു ഭാഗത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ എടുത്ത് കൊണ്ടുവന്നൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഉണക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു വൈറ്റ് പെയിൻറ്റ് കോട്ടിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു, അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ. വൈറ്റ് കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള കളർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഗ്ലേസിങ്ങിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു വൈറ്റ് പെയിൻറ്റ് കോട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും കോട്ടിങ് കൊടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു ടീ കപ്പ് ഉണ്ട്, കണ്ട ഒരു ചായക്കപ്പായിരുന്നു, ചെറിയ ചായക്കപ്പ്. അപ്പോൾ അതിൻ്റെ പിടുത്തം ഇങ്ങനെ വിട്ടുപോയതുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരെണ്ണത്തിൻ്റെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. അപ്പം ബാക്കിയുള്ള കപ്പുകളൊക്കെ പൊട്ടിപ്പോയി. 6 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് 3 എണ്ണം കൂടി എന്തെങ്കിലും ഒരു വിക്രിയ പണി അതുമ്മ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്തിനാവട്ടെ, ചെടി ഇട്ട് വെക്കാൻ തന്നെയല്ല, കോയിൻസ് ഇട്ട് വെക്കാനോ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ഓർഗനൈസറാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനും ഞാൻ ആദ്യം വൈറ്റ് പെയിൻറ്റ് കോട്ടിങ് കൊടുക്കുകയാണ് 3 എണ്ണത്തിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇതൊരു ഓർഗനൈസർ ആക്കണമെങ്കിൽ ഒരു വൃത്തിക്ക് വേണ്ടി. അപ്പോൾ നേരത്തെ ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ഞാനൊരു കോട്ടും കൂടി കൊടുക്കുകയാണ്. വൈറ്റ് പെയിൻറ്റ് തന്നെ 2 പ്രാവശ്യം കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫിനിഷിങ് കിട്ടണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതുപോലത്തെ ഒരു ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഞാൻ ഭരണീനെ പെയിൻ്റ് അടിക്കാൻ പോണേ. ഞാൻ പെയിൻറ്റ് ബ്രഷ് കൊണ്ടാണ് ചെയ്യണത്. സ്പോഞ്ച് വെച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതിന് മുന്നായിട്ടൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലി 2000 സബ്സ്ക്രൈബേഴ്സ് ആയി നിൽക്കുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്തവർക്ക്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ കൂടി ഉണ്ടാവും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഞാൻ ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ടൈറ്റിലുള്ള റൈറ്റ് സൈഡിലുള്ള എംബ്ലം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിട്ടും. സോറി, എംബ്ലം അല്ല, സിമ്പിൾ. അതിൽ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ടാവും. ഇനി വേറെ വീഡിയോസ് കാണണമെങ്കിൽ അഫീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ ഹോം പേജ് കാണാം. അവിടെ വീഡിയോസ് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഓർഡറിൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ സ്പെസിഫിക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് പ്ലേലിസ്റ്റ് കണ്ടോ, പ്ലേലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ ബ്ലൂ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു റെഡ് കളറ് ആ ഭാഗത്തൊന്ന് ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടം വരെ ഉള്ളൂ ഞാൻ ചെയ്ത് വെച്ചിരുന്നത്. ഈ ചെയ്യണതൊക്കെ വേറെ ദിവസമാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ വരകൾ വരച്ചു. 5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വെച്ചിട്ടൊരു പോർഷൻ വരച്ച് അതേപോലെ ചുറ്റും വരച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിലത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്താണ് ഈ 5 ബോക്സസിൻ്റെ ഗ്യാപ്പ്. അത് വരക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ വെറുതെ തോന്നിയ പോലെ പെയിൻറ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടോ. പലർക്കും പല ഐഡിയ ആയിരിക്കുമല്ലോ, പല ക്രാഫ്റ്റും ചെയ്ത് നോക്കാമല്ലോ. എന്തെങ്കിലും സീഡ്സ് വെച്ച് പെയിൻറ്റ് ചെയ്യേ, നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് സീഡ്സൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതുമ്മ പെയിൻറ്റ് ചെയ്ത് വെക്കേ, ഫ്ലവേഴ്സ് വരക്കേ, എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. ഫ്ലവേഴ്സ് വരക്കാന്നൊക്കെ ആദ്യം വിചാരിച്ച്, പിന്നെ ഞാൻ അവസാനം ഇത്തരം ഒരു സിമ്പിൾ ടെക്നിക്കിലേക്ക് നീങ്ങാണ് ചെയ്തത്. ഇതേപോലെ വരച്ചു കൊടുത്തു ഓരോന്നിൻ്റെ. അപ്പോൾ അതേ ഞാൻ ബ്ലാക്ക് അക്രിലിക് കളർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ വരയാണ് ഞാൻ വരച്ചതെന്നുള്ളത്. ജസ്റ്റ് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുത്തിട്ട് ഇടയിൽ ഇങ്ങനെ ബ്ലാക്ക് കളറ് ഇതുപോലെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഫുള്ളി പെർഫെക്റ്റ് ഒന്നും ആവില്ല. അപ്പോൾ ഇതേ നമ്മളിതൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മോഡലിൽ. ഇനി നമുക്ക് വേണ്ടത് ഈ മുകൾ ഭാഗത്തും ഇതേപോലെ ചെയ്യണം. അപ്പോൾ ഞാൻ ആ സ്പേസ് ഉള്ള ഭാഗത്തിൻ്റെ തൊട്ട് മുകളിലാണ് ഞാൻ ഈ ക്രോസ് വരച്ചു കൊടുക്കുന്നത്, വെറുതെ ഒരു ഭംഗിക്ക്. ഇത് കണ്ടോ, ഇതേപോലെ ഈ സ്പേസ് ഉള്ള ഭാഗത്തിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ ചെയ്ത പോലെ ഞാൻ ചെയ്ത് വെക്കാണ്. അത് ഹൊറിസോണ്ടലിയാണ് ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ വേണം. ഇത് മെറ്റാലിക് കളറാണ് കേട്ടോ. കുറച്ചൊരു മെറ്റാലിക്, ഒരു ഷൈനിങ് ഉണ്ടാവും.
അപ്പോൾ ഈ ഇടയിലെ ഭാഗങ്ങളിലൊക്കെ ഈ ഗോൾഡൻ കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഇത്തരം ക്രാഫ്റ്റ് വീഡിയോസിനൊന്നും ശരിക്കും വോയിസ് ഓവർ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ വോയിസ് ഓവർ കൊടുക്കാണ്ട് ചെയ്യുമ്പോൾ ഒരു സുഖമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യണം കേട്ടോ. ഇടയിലൊക്കെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകൾ ഭാഗത്തൊന്ന് ചെയ്യാണ്. മുകളിലും ഗോൾഡൻ തന്നെ കൊടുത്തിട്ട് ഒന്ന് നന്നായി പെയിൻറ് ചെയ്യാണ്. ഇനി റെഡ് കളർ എടുത്തിട്ട് ഈ ആയ ബോക്സസ് ഉണ്ടല്ലോ അതിന് ചുറ്റും ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിരുന്ന ടീ കപ്പിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ തന്നെ ബ്ലൂ കളറ് മിക്സ് ചെയ്തൊന്നുമില്ല, വെറുതെ ബ്ലൂ കൊടുക്കുന്നുണ്ട്. നമ്മൾ പിക്ചേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുക്കാൻ നോക്കട്ടെ. എൻ്റെ കയ്യിലുള്ളത് പോയിൻറ്റഡ് അല്ല. അപ്പോൾ അതേ പെയിൻ്റ് അടിച്ചതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ടീ കപ്പിൻ്റെ ഒരെണ്ണം കൂടി പൊട്ടിയിട്ടാണ് സ്ലാബിൻ്റെ മുകളിൽ വെച്ചേക്കായിരുന്നു. അത് വേറൊരു പാത്രം എടുത്തപ്പോൾ ഒരെണ്ണം വീണു, അങ്ങനെ ഒരെണ്ണം പൊട്ടി. ഇപ്പം ഇതുള്ളൂ. അതിൽ ഞാൻ ബോർഡർ ഗ്രാസിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ബോർഡർ ഗ്രാസ് കൊണ്ടുവച്ച് ചെടികളൊക്കെ ഓരോ ചട്ടികളിൽ വെച്ചേക്കണ കാരണം അതിൽ നിന്ന് എടുത്ത് ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി വെക്കാൻ എനിക്ക് മടിയായി. അതുകൊണ്ട് വെറുതെ ഒരു മുല്ലപ്പൂവിൻ്റെ കൊമ്പ് വെറുതെ മുറിച്ചിട്ട് ഞാൻ അതിൽ വെച്ചാണ്, ജസ്റ്റ് ഒന്ന് വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം. അതായത് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്തിട്ട് എങ്ങനെ ചെടികളൊക്കെ വെക്കാമെന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ഒരു ഗാർഡൻ ടിപ്സ്. കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.